ഹലോ ഗൈസ്, അപ്പോൾ ഹാപ്പി റൈഡ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കിഡിലൻ സ്റ്റേ ആണ് കേട്ടോ. അതിൻ്റെ കാഴ്ചകൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾ ആ സ്റ്റേയിൽ എത്തുന്നേ ഉള്ളൂ. 2 മണിയൊക്കെ ചെക്ക് ഇൻ, 3:45 ഉള്ളൂ. സോ അവിടെ എത്തുന്നത് തൊട്ടടുത്താണ് വട്ടവടയിൽ പഴത്തോട്ടാണ് കേട്ടോ. പഴത്തോട്ടം ലോഗ് ഹൗസ് മൂന്നാർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. 3000 രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത്. വിത്ത് ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, വെജിറ്റേറിയൻ ആയിരിക്കാം. 2 പേർക്കും കൂടെ ഉള്ള ചാർജാണ് വരുന്ന. റോഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളാണ്. ബൈക്ക് കയറി പോന്നു. ഒരാൾ കയറ്റം കുറച്ച് നേരം നടന്നിട്ടാണ് കയറിയത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടാലോ. നമ്മളെ വീഡിയോയിൽ മാക്സിമം റേറ്റ് കാര്യങ്ങൾ ഇതൊന്നും മറച്ചു വെച്ചിട്ട് മറ്റേ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡീറ്റെയിൽ പറയണമെന്നുണ്ടെങ്കിൽ പക്കാ റേറ്റും ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ പറയുള്ളൂ കേട്ടോ. ഇതിന് വരുന്നത് 3000 രൂപയാണ് വിത്ത് ഫുഡ്. ഇതാണ് കേട്ടോ അവസ്ഥ. നല്ല കാറ്റ്, നല്ല മഞ്ഞ്, നൈസായിട്ടുണ്ട്. കറണ്ടൊക്കെ ഉണ്ടാവാൻ ചാൻസ് കുറവാണെന്നാ പറഞ്ഞത്. നമ്മളങ്ങനെ വന്ന് ചെക്ക് ഇൻ ചെയ്ത് ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നല്ല ക്ലൈമറ്റാണ്. നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ ചാറ്റൽ മഴയും പിന്നെ കോടയും കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കാറ്റുണ്ട് ഈ ഭാഗവും. അതേപോലെ ഇതിൻ്റെ ടോപ്പിലൊക്കെ കാട്ടുപോത്തൊക്കെ വന്ന് നിൽക്കാറുള്ളൊരു സ്പോട്ടാണ്. ചുറ്റിലും ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് നേരെ ചുമ്മാ പുറത്തിറങ്ങിയതാട്ടോ. ഇവിടെ 3 ടൈപ്പ് സ്റ്റേ ആണ് വരുന്നത്. ഒരെണ്ണം ഈ കാണുന്ന എ ഫ്രെയിം, ഇത് നമ്മുടെ ലോഗ് ഹൗസ്, അതുകൂടാണ്ട് അപ്പുറം ഒരു ടെൻറ്റ് സ്റ്റേയും കൂടെ ഉണ്ട്. ആ കാണുന്ന ടെൻറ്റ് സ്റ്റേയും കൂടെ ഉണ്ട്. ഇന്ന് ഞായറാഴ്ച ദിവസമാണെന്നുണ്ടെങ്കിലും നമ്മൾ മാത്രമേ ഉള്ളൂ ഗസ്റ്റായിട്ട്. നമുക്ക് ഈ കാണുന്നതാണ് കേട്ടോ എ ഫ്രെയിം. എ ഫ്രെയിമിനകത്തൊന്ന് പോയി നോക്കാം. ഗസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അകത്ത് പോയി നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഒരു ബേസിക് സംഭവങ്ങളെ ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ 3 എണ്ണം വരുന്നത് വിത്തൗട്ട് ടോയ്ലറ്റ് കേട്ടോ. ടോയ്ലറ്റൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അവിടെ ഉണ്ട് ടോയ്ലറ്റ്. ഈ കാണുന്നതാണ് കേട്ടോ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പ്. ക്യാമ്പ് ഫയറൊക്കെ അത്യാവശ്യം ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാമ്പ് ഫയർ മിക്കവാറും ഉണ്ടാവില്ല തോന്നുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ 3ാമത്തെ ടെൻറ്റ് വരുന്നത്. ഇവിടുന്ന് നോക്കിയാലുള്ള വ്യൂ നൈസ് തന്നെയാണ്. ഒക്കെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ചാർജും വരുന്നത് 3000 തന്നെയാണ് 2 പേർക്ക്. ഇവിടെ എത്തിപ്പെടാനായിട്ട് വട്ടവടയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട്. അത്യാവശ്യം ഓഫ് റോഡിൽ വന്നു കഴിഞ്ഞാൽ സ്വന്തം കാറിലും ബൈക്കിലൊക്കെ വരാവുന്നതാണ് കേട്ടോ. എല്ലായിടത്തും അത്യാവശ്യം സീറ്റിംഗ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം അട്ടിയുണ്ട്. അങ്ങനെ നമ്മൾ നൈറ്റ് നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് നീച്ചു കേട്ടോ. ഒരു 7:45 8 മണിയായി. 10 മണിയാണ് ഇവിടെ ചെക്കൗട്ട് വരുന്നത്. 2 മണി ചെക്കിനും. ഓക്കെ, നീച്ചിട്ട് അങ്ങനെ പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ച് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. ഫ്രഷ് ആവാൻ കുളിമുറിയില്ല, അതെല്ലാവരും ഓർത്തിരിക്കുക. ജസ്റ്റ് ഒരു ക്യാമ്പിങ് സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ 2 ടോയ്ലറ്റ് മാത്രമേ വരുന്നുള്ളൂ. ബയോ ടോയ്ലറ്റ് മാതിരി നോർമൽ ടോയ്ലറ്റാണ്.
ഇതാണ് കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഇവിടെ എപ്പോഴും ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആവശ്യമുള്ളവർക്ക് വന്നെടുക്കാം. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. പൂരി, പരിപ്പേറ്, ബാജി, പൂരി ബാജി. ഇന്നലെ നൈറ്റ് ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു. നൈസ് ഫുഡ് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ സമയം ഏകദേശം 10 മണിയായി. നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. ഈ ഒരു സ്റ്റേ ആർക്കൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഴപ്പമില്ലാത്ത കപ്പിൾസിന്, അതേപോലെ ബാച്ചിലേഴ്സ് ആണെങ്കിൽ 2-3 പേർക്കൊക്കെ ഒരു ലോഗ് ഹൗസിൽ ഒരു എക്സ്ട്രാ പേഴ്സൺ ആഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ക്രൗഡൊന്നും ഇല്ലാണ്ട് ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ദിവസത്തിനൊക്കെ ബുക്ക് ചെയ്ത് നല്ല പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒരു സൗണ്ടും ഇല്ല, കുറച്ച് കിളികളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല നാച്ചുറലായിട്ട് എൻഗേജ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സ്റ്റേ ആണ് കേട്ടോ. നൈസായിട്ടുള്ള ഒരു സ്റ്റേ ആണ്. വേറെ ഫെസിലിറ്റി കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇന്നലെ പവർ ഉണ്ടായില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ പവർ ബാങ്ക് ഉള്ള കാരണം ക്യാമറയും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്തു. ഒട്ടും സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ബാക്കി പുറം ലോകമായിട്ട് കണക്റ്റ് ആവാണ്ട് നല്ല രീതിക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല റിലാക്സ് ആയിട്ടിരിക്കാം. വേറെ എൻഗേജ് ആവാനുള്ള പരിപാടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല റിലാക്സ് ആയിട്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും വരിക, അടിച്ചു പൊളിക്കുക. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.